Once again, good evening. അപ്പം എല്ലാവരും ഞാൻ നമ്മുടെ 9th സെഷൻ, അതായത് നമ്മുടെ 8th ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 9th സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്ന സെഷനിലാണ്. അതായത് നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്തു. അതിൽ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അല്ലെങ്കിൽ എക്സാംസ് പ്രസന്റ് ചെയ്യേണ്ടതും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വേ എന്നുള്ള രീതിക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന 9th സെഷൻ ആയിട്ടുള്ള മഡിൽ ത്രൂ ഇംഗ്ലീഷ്. അപ്പം നമ്മുടെ കൂടെ ഈ ഒരു സെഷനിൽ എന്റെ പേര് ദുർഗ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഈ ഒരു സെഷനിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വാണി മാം ഉണ്ട്, അതുപോലെ തന്നെ മേഘ മാം ഉണ്ട്. പ്ലസ് നിങ്ങൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു സെഷൻ ലീഡ് ചെയ്യാനും നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുമായിട്ട് നമ്മുടെ കൂടെ ഹംന മാം ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു സെഷനിലേക്ക്. മാം, ഓവർ ടു യു മാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇടയിൽ എന്തെങ്കിലും വോയിസിൽ ഗ്ലിച്ചസ് വരാണെങ്കിൽ ഒന്ന് പറയണേ. നെറ്റ്വർക്ക് ഇവിടെ സ്റ്റേബിൾ ആണ്, ബട്ട് ഇൻ കേസ് ഓഫ് ഓക്കെ. സോ ഹായ് ആൾ, എൻ്റെ പേര് ഹംന. നിങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണ്. നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇസ് മഡിൽ ത്രൂ ഇംഗ്ലീഷ്. ഓക്കെ, ബിഫോർ വി ബിഗിൻ, ഐ ഹോപ്പ് എവ്രി വൺ ഇസ് സേഫ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. എല്ലായിടവും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാവരും ആവശ്യമില്ലാതെ ഒന്നും പുറത്തിറങ്ങാതെ നിൽക്കുക. ഓക്കെ, മാക്സിമം സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ. സോ ഹൗ ആർ യു ഓൾ? സോ ഈ മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ്? ഇങ്ങനെ മഡിൽ ത്രൂ ഇംഗ്ലീഷ് ഈ ഒരു ക്യാപ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിലിൽ നിന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന എന്താണ്? മഡിൽ, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ വരുന്നത്? ആൻഡ് ഞാൻ ചോദിക്കുന്ന ഒന്നിനും റൈറ്റ് ആൻസേഴ്സ് കിട്ടണം എന്നെനിക്കില്ല. ഞാൻ ചോദിക്കുന്ന എല്ലാത്തിനും എനിക്ക് റിപ്ലൈ കിട്ടിയാൽ മതി. ഓക്കെ, റൈറ്റ് ആൻസർ എന്നതിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ടു ഗോ ത്രൂ. ഓക്കെ രജിത, ഓക്കെ. വാട്ട് എൽസ്? എനിക്ക് ഒറ്റ ഒരാളുടെ നിന്നാണ് മെസ്സേജ് കിട്ടിയത്. മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഹൗ ഡു യു ഫീൽ? അല്ലെങ്കിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരും പോയി സെർച്ച് ചെയ്ത് എനിക്ക് എക്സാക്ട് ഗൂഗിൾ മീനിങ് ഒന്നും കൊണ്ടുതരണ്ട. എന്തോ ഒരു കുഴപ്പം അല്ലെ? മഡിൽ. ഓക്കെ, സോ മഡിൽ എന്ന വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഓക്കെ അറിയില്ല, ടോട്ടലി ഫൈൻ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഓക്കെ, എനി കൈൻഡ് ഓഫ് ബാരിയർ. ഓക്കെ, മഡിൽ എന്ന വേർഡിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. ഐ ആം ഇൻ എ മഡിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ മഡിൽ എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്? മഡിൽ ത്രൂ, അതൊരു ഫ്രേസ് ആയി. അപ്പൊ ഒരു വേർഡ് അല്ല, രണ്ട് വേർഡ് ഒരുമിച്ച് വരുന്ന നമ്മൾ ആ രണ്ട് വേർഡ്സിനെ ഒപ്പം യൂസ് ചെയ്യുന്നതിന് ഫ്രേസ് എന്ന് പറയും. സോ ഇവിടെ ഒരു ഫ്രേസൽ മീനിങ് മഡിൽ ത്രൂ എന്ന് പറയുന്നതിന് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ നമ്മൾ കോപ്പപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ഡൈവ് ചെയ്യുക എന്നൊരു മീനിങ് ആണ്. മഡിൽ ത്രൂ എന്ന് പറഞ്ഞാൽ കോപ്പപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി എന്തിലെങ്കിലും ഇൻവോൾവ് ആവുക. സോ ഇവിടെ മഡിൽ ത്രൂ ഇംഗ്ലീഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് to get involved in something. Okay, just a minute. Just hold for really sorry for the inconvenience. Sorry. Okay, മഡിൽ എന്ന വേർഡിന്റെ മീനിങ് നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട്, ഡിഫിക്കൽറ്റി, കൺഫ്യൂഷൻ ഒക്കെ ആയിട്ട് എടുക്കാം. ബട്ട് കമ്മിങ് ടു മഡിൽ ത്രൂ, ഇറ്റ് ഈസ് ഇൻമേഴ്സിംഗ് അല്ലെങ്കിൽ ഇൻവോൾവിംഗ്. ഓക്കെ, സോ മഡിൽ ത്രൂ ഇംഗ്ലീഷ് ടുഡേ, ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു ഇൻവോൾവ് ഇൻ ഇംഗ്ലീഷ്. ഇന്ന് തൊട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻവോൾവ് ആവാൻ പോവുകയാണ്. നെക്സ്റ്റ് ഇസ്, എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? നിങ്ങൾക്കിപ്പോ നിങ്ങൾ എല്ലാവരും ലേൺ വൈസിൽ ഓരോ കോഴ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തു തരുന്നത് മലയാളത്തിലാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ? മലയാളത്തിൽ ക്ലാസ് കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യം. സോറി ഷിജു, കേട്ടില്ല. As it is a world language, if you want to communicate internationally, we should know the language. Yes, very important. It is a global language, അല്ലെ? ഗ്ലോബലി, വേൾഡ് വൈഡ് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഗ്ലോബലി.
Yes. ഓക്കെ. പിന്നെ മറ്റെന്താണ് കാരണങ്ങള്? ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് സ്പെസിഫിക് ആയിട്ട് എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്? എക്സാക്ട്ലി. നിങ്ങളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും പലപ്പോഴും സ്പീക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഓക്കെ ആണ്. ബിക്കോസ് എന്താണ്, സ്പീക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് വേർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടും ആംഗ്യം കാണിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് കൃത്യമായ വാക്ക് കിട്ടിയില്ലെങ്കിലും സ്പീക്കിങ്ങിൽ നമുക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. റൈറ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്പീക്ക് ചെയ്യുമ്പോൾ ഉള്ള പോലെ ഒരുപാട് വാക്കുകൾ കുത്തി നിറച്ചെഴുതാനുള്ള സമയം ഉണ്ടാവില്ല. എക്സാക്ട് വാക്ക് കിട്ടാത്തപ്പോ അതിന്റെ കോണ്ടന്റ് ശരിയാവില്ല, അർത്ഥം മാറിപ്പോവും, അപ്പൊ മാർക്ക് പോവും. സോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ ക്ലാസ്സസ് മലയാളത്തിലാണെന്നെങ്കിലും എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാം. സോ ഇംഗ്ലീഷിൽ പലർക്കും വരുന്നൊരു മിസ്റ്റേക്ക് എന്താണ്, മലയാളം നേരെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ നമ്മളുടെ മലയാളത്തിലത്തെ സെന്റൻസ് സ്ട്രക്ചറിങ്ങും ഇംഗ്ലീഷിലത്തെ സെന്റൻസ് സ്ട്രക്ചറിങ്ങും വ്യത്യാസം. ഓക്കെ, സോ അത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ ബിഗിൻ വിത്ത് ഓക്കെ, ഇനിയിപ്പോ ഒരു കോഴ്സ് സ്പെസിഫിക് ആയിട്ട് ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത്, ഇൻ ടുഡേ വേൾഡ്, ഇംഗ്ലീഷ് എന്നത് മുമ്പൊക്കെ എന്താണ്, അതൊരു ബോണസ്, ആഡ് ഓൺ ആയിരുന്നു. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഓക്കെ, അതൊരു എക്സ്ട്രാ ബോണസ് ആണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അത് നെസസിറ്റി ആണ്, അനിവാര്യമാണ് ഇംഗ്ലീഷ്. നല്ലൊരു ജോലി വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കോഴ്സുകൾ, കൂടുതൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ എല്ലാം ഇംഗ്ലീഷ് എന്ന ഭാഷ അറിഞ്ഞിരിക്കുക എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഫസ്റ്റ് ബോൾഡിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കുക. It is the official language in 55 countries and widely spoken in more than 100 countries. Okay, 55 രാജ്യങ്ങളിൽ ഔദ്യോഗികമായ, അതിൽ ആ 55 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യയിൽ 2 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഏതൊരു ഫോമുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് 2 ഓപ്ഷനാണ് ഉണ്ടാവുക, ഒന്നില്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ, സോ 55 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജും 100-ലധികം രാജ്യങ്ങളിൽ ഇത് വളരെയധികം സംസാരിക്കുന്നുണ്ട്. സോ വൈ സ്റ്റഡി ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തരം നേരത്തെ ആരാണ് ഷിജു പറഞ്ഞതുപോലെ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളിൽ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഒരു ഇന്റർനാഷണൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇന്റർനാഷണലി അല്ലെങ്കിൽ അറൌണ്ട് ദ വേൾഡ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഇസ് എക്സ്പാൻഡ് യുവർ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇന്നിപ്പോ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയുന്നവരായിരിക്കും, അല്ലെ? സംസാരിക്കാൻ ഫ്ലുവന്റ് ആയിട്ട് അറിയില്ലെങ്കിൽ പോലും, അതറിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവും തോറും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോ ഇന്ന് ഒരുപാട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എല്ലാം ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആപ്ലിക്കേഷൻ വായിക്കണം, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈൻസ് വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു നോ ഇംഗ്ലീഷ്. നെക്സ്റ്റ് ഇസ് എ കരിയർ ബോൾസ്റ്റർ. അത് നിങ്ങളുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോ കേരളത്തിൽ ഞാൻ കേരളത്തിലെ ജോലി ചെയ്യുള്ളൂ. കേരളത്തിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ എന്താണ് ഇംഗ്ലീഷിന്റെ ആവശ്യം? ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ഒരുപാട് കമ്പനീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ഇന്ന് കേരളത്തിലുള്ള പല ഓഫീസുകളിലും മറ്റ് അന്യ സംസ്ഥാനത്തുള്ളവരെ കാണാം. ഓക്കെ, ഇന്റർനാഷണലി ഒന്നും പോണ്ട, മറ്റ് സംസ്ഥാനത്തുള്ളവർ. അപ്പോ ഇപ്പോ ഒരു ഓഫീസാണ്, അവിടെ കർണാടകയിൽ നിന്നുള്ള ആളുണ്ട്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ആളുണ്ട്, ഡൽഹിയിൽ നിന്നുള്ള ആളുണ്ട്, നമ്മളൊരു മലയാളി ഉണ്ട്. അപ്പൊ ആ സമയം നമ്മള് കന്നഡ പഠിക്കുക, ഇവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കന്നഡ പഠിക്കണം, തമിഴ് പഠിക്കണം, ഹിന്ദി പഠിക്കണം. അതിനേക്കാൾ എല്ലാവരും ഈ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈസി ആവുകയാണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആവുകയാണ്. ആൻഡ് അതാണ് കരിയർ ബൂസ്റ്റിംഗ്. ഇന്ന് ഏതൊരു ലാംഗ്വേജ് ഹയറിംഗ് പോസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മുൻഗണന, അല്ലെങ്കിൽ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഇസ് മസ്റ്റ്.
ഓക്കെ, ഒരു 90 അല്ലെങ്കിൽ 95% ഓഫ് ഹയറിംഗ് പോസ്റ്റേഴ്സിലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദി ഇന്റർനെറ്റ് ആൻഡ് ലാംഗ്വേജ് ഓഫ് സയൻസ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ് ഓഫ് സയൻസ്, ഇന്ന് ശാസ്ത്രത്തിൽ ഒരുപാട് പുതിയ ഇന്നോവേഷൻസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം പബ്ലിഷ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ന്യൂസ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷിലാണ്. ഓക്കെ, സിൻസ് ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഓക്കെ, സോ ശാസ്ത്രം കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ ഇന്റർനെറ്റ് കൂടുതൽ ആക്സസ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഇംഗ്ലീഷ് അറിയുക എന്നത് അനിവാര്യമാണ്. നെക്സ്റ്റ് ഇസ് ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ അറ്റൻഡിങ് ഇന്റർനാഷണൽ ഇവന്റ്സ് ആൻഡ് കോൺഫറൻസസ്. ഇവിടെ നിങ്ങൾ പല സബ്ജക്ട് പഠിക്കുന്നവരുണ്ടാവും. സൈക്കോളജി ഉണ്ടാവാം, സോഷ്യോളജി ഉണ്ടാവാം, ഇംഗ്ലീഷ് ഉണ്ടാവാം, MBA ഉണ്ടാവാം, BCom ഉണ്ടാവാം, പല കോഴ്സുകൾ ഉണ്ടാവാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് അക്കാഡമിക്സിൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവൽസിലും ഇന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒരുപാട് കോൺഫറൻസുകൾ നടക്കുന്നുണ്ടാവും. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലാംഗ്വേജ് വേണം. ഓക്കെ, ഇന്റർനാഷണൽ കോൺഫറൻസുകളുടെ ഒക്കെ ലാംഗ്വേജ് അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസുകളുടെ എല്ലാത്തിന്റെയും ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. നെക്സ്റ്റ് ഇസ് എൻഹാൻസസ് യുവർ ട്രാവൽ എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ നാട്ടിലെ ഭാഷ പഠിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഒറ്റൊരു ഗ്ലോബൽ ലാംഗ്വേജ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനിയും എന്തിന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഒരു ഡൗട്ട് ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓർ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ എന്തിലേക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ. അതല്ല, ഇത്രയും നേരം പറഞ്ഞതെല്ലാം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരുമോ? അല്ലെങ്കിൽ യെസ്, നോ, എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ? യെസ്, ഓക്കെ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ദ വെരി ബേസിക്സ്. വെരി ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദ വെരി ബേസിക്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും അടിത്തറ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, വെരി ബേസിക്സ്, ദ വെരി ഫൗണ്ടേഷൻ. സോ ഇംഗ്ലീഷിൽ എല്ലാവർക്കും അറിയാം 26 ആൽഫബറ്റ്സ്, 26 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ 5 എണ്ണം വവൽസ് ആണ്, 21 എണ്ണം കോൺസണൻസ് ആണ്. 5 vowels ഏതൊക്കെയാ? Which are the 5 vowels in English? A, E, I, O, U. A, E, I, O, U. Okay, thank you. ബാക്കി 21 എണ്ണം കോൺസണൻസ് ആണ്. നമ്മൾ ഈ വവൽസ് വെച്ചിട്ടുള്ള വേർഡ്സ്, വവൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പറയുന്നിടത്താണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻ എലിഫന്റ്, ആൻ ഐസ്ക്രീം, ആൻ അംബ്രല. ഓക്കെ, ബാക്കി കോൺസണൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എ ആണ് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ബോൾ, എ ടേബിൾ, എ ചെയർ. ഓക്കെ, അത് വളരെ ബേസിക് ആയ കാര്യമാണ്, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പെൻ ആൻഡ് പേപ്പർ കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഡൗൺ. വളരെ ബേസിക്, നിങ്ങളിൽ അധികം ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങളായി. ഓക്കെ, ബിഫോർ വി പ്രൊസീഡ്, നമ്മൾ ഇനി അടുത്ത സ്ലൈഡിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ ആസ്ക് യു, ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ എക്സ്പെർട്ടീസിനെ ഒരു 1 to 5 സ്കെയിലിൽ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളെ തന്നെ എങ്ങനെ റേറ്റ് ചെയ്യും? ഒരു 1 to 5 സ്കെയിൽ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും. 5 സ്കെയിൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? വെരി ഫ്ലുവന്റ് ആണ്, വെരി ഫ്ലുവന്റ്. 4 ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലുവന്റ് ആണ്, വെരി ഫ്ലുവന്റ് അല്ല. 3 ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? മാനേജ് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യും, സ്പീക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. 2 ആവുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. 1 ആണ് എന്നുണ്ടെങ്കിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗിൽ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മെജോറിറ്റി ഒരു 3, 3.5, 4ലാണ് നിൽക്കുന്നത്. കുറച്ച് പേര് 2-ലുണ്ട്. കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, 1-ലും 5-ലും ആരുമില്ല. ഇനി എന്തെങ്കിലും അത് ഇവിടെ മെൻഷൻ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ടെൽ ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഞാൻ ജസ്റ്റ് നമ്മളുടെ ഒരു പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചോദിക്കാം. താങ്ക് യു. ഓക്കെ,
നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സെന്റൻസ് സ്ട്രക്ചർ, അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ടെൻസസ്, ബേസിക് ടെൻസസ്, ഇമ്പോർട്ടൻസ് ഓഫ് പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റലൈസേഷൻ, അത് ഞാനിവിടെ പറയാം. നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ അവിടെ പങ്ക്ച്വേഷനും ക്യാപിറ്റലൈസേഷനും വരുന്നില്ല. പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടെ നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് കൊണ്ട് തന്നെ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ പങ്ക്ച്വേഷൻ ആൻഡ് ക്യാപിറ്റലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്, എവിടെയാണ് കോമ ഇടേണ്ടത്, എവിടെയാണ് മറ്റേ അപ്പോസ്ട്രോഫി ഇടേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ, ഒരു സെന്റൻസ് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അതുപോലെ കോമയ്ക്ക് ശേഷം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇതൊക്കെ കോമൺ മിസ്റ്റേക്സ് ആണ്. അതുപോലെ സെന്റൻസിന്റെ ഇടയിൽ തന്നെ പേരുകള്, സ്ഥലപ്പേരുകള്, ഏതെങ്കിലും ഇപ്പോ യൂണിവേഴ്സിറ്റിയുടെ പേരുകൾ എന്നിങ്ങനെയുള്ള സംഗതികൾ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പങ്ക്ച്വേഷൻ, ക്യാപിറ്റലൈസേഷൻ റൈറ്റിംഗിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്ക്ച്വേഷൻ മാറുമ്പോൾ തന്നെ അർത്ഥത്തിൽ വളരെയധികം വ്യത്യാസം വരും. കോമ ക്യാൻ കിൽ എ മാൻ എന്നുള്ള ഒരു സംഭവം കേട്ടിട്ടില്ലേ? അതായത് ഒരു കോമയുടെ വ്യത്യാസത്തിൽ അർത്ഥം തന്നെ മാറി എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഓക്കെ, then noun, verbs, prepositions and adjectives, ഇത് എന്താണെന്ന് നമ്മളിവിടെ നോക്കും. vocabularies and spelling. Okay, just ഈ വാക്കുകളെല്ലാം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. nouns, verbs, preposition, adjective, vocabulary, punctuation, capitalization, tenses, വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഓക്കെ, ഇത് ഫർദർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ വേർഡ്സ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, ബേസിക് സെന്റൻസ് സ്ട്രക്ചർ. ഇംഗ്ലീഷിലെ ബേസിക് സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് SVO എന്ന് പറയും. ഓക്കെ, SVO അഥവാ സബ്ജക്ട് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മീന ഇസ് പ്ലേയിങ് വിത്ത് എ ബോൾ. മീന എന്ന് പറയുന്ന കുട്ടി ഒരു ബോളുമായി കളിക്കുകയാണ്. മീന എന്നതാണ് സബ്ജക്ട്. അപ്പോ ഒരു സെന്റൻസിൽ ഫസ്റ്റ് വരേണ്ടത് സബ്ജക്റ്റ് ആണ്. ആൾക്കാരുടെ പേര് അല്ലെങ്കിൽ ഹി, ഷീ, ഇറ്റ് എന്നിങ്ങനെയുള്ളതൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആരെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ആരാണ് എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് വരുന്നതായിരിക്കും സബ്ജക്റ്റ് എപ്പോഴും. ആര്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് റെയിനിങ്, എന്താണ് സംഭവിക്കുന്നത്, അപ്പൊ അവിടെ ഇറ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക. ഹി ഇസ് ഈറ്റിംഗ്, അവിടെ ഹി ആണ് സബ്ജക്റ്റ്. ഓക്കെ, ആരാണ് ചെയ്യുന്നത്, ഓക്കെ, അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് ഇസ് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്, എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മീന ഇസ് പ്ലേയിങ്, കളിക്കുകയാണ്. കളിക്കുക എന്നത് പ്രവൃത്തിയാണ്, അതാണ് അവിടുത്തെ വേർബ്. വേർബ് എന്നാൽ ആക്ഷൻ വേർഡ്സ് എന്നാണ് കേട്ടോ. പ്രവൃത്തികളെയാണ് വേർബ് എന്ന്. വേർബ് മീൻസ് ആക്ഷൻ വേർഡ്സ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഇനി സെക്കൻഡ് സെന്റൻസിലേക്ക് വരുമ്പോ സബ്ജക്ട് പ്ലസ് വേർബ് മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസ് പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് വേണം എന്ന് നിർബന്ധം ഇല്ല. ഹി ഇസ് ഈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ലാത്ത ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അവൻ തിന്നുകയാണ്. ഹി ഇസ് ഈറ്റിംഗ്. സോ ഈറ്റിംഗ് അഗെയിൻ വേർബ് ആണ്, പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഇനിയിപ്പോ എന്താണ്, ഹി ഇസ് ഈറ്റിംഗ് നൂഡിൽസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് എന്താണ്, നൂഡിൽസ് ആയി. ഓക്കെ, സോ വേർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡ്സ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് വേർബ് എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ഫൈനലി ടു ഒബ്ജക്റ്റ്. ഫസ്റ്റ് സെന്റൻസ് നോക്കുക, മീന ഇസ് പ്ലേയിങ്. എന്ത് വെച്ചാണ് കളിക്കുന്നത്, ബോൾ വെച്ചാണ് കളിക്കുന്നത്. അവിടെ ബോളാണ് ഒബ്ജക്റ്റ്. നമ്മൾ വേർബ് എന്തുമ്പോഴാണോ വേർബ് ചെയ്യുന്നത് അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹി ഇസ് ഈറ്റിംഗ്, അവിടെ വേർബ് വരെ വെച്ച് ഞാൻ നിർത്തി. ഹി ഇസ് ഈറ്റിംഗ് നൂഡിൽസ്, എന്താണ് അവൻ തിന്നുന്നത്, നൂഡിൽസ്. അപ്പൊ നൂഡിൽസ് ആണ് അവിടുത്തെ ഒബ്ജക്റ്റ്. ഇറ്റ് ഇസ് റെയിനിങ്. റെയിനിങ് എന്നത് ഒരു ഒക്കറൻസ് ആണ്. ആക്ഷൻസും അതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നതും ഒക്കറൻസ്. ഇപ്പൊ റെയിൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല, അത് പ്രകൃതിയിൽ സംഭവിക്കുന്നതാണ് മഴ എന്നത്, റെയിനിങ്. സോ അതും ഒരു ആക്ഷൻ ആയിട്ട് തന്നെയാണ് കേട്ടോ കണക്കാക്കുക. ഒക്കറൻസ് എന്ന് പറയുന്നത് സംഭവങ്ങളെ നമ്മൾ വേർബായിട്ട് കൂട്ടും. സബ്ജക്ട് യെസ് അർവിൻ പ്രവീൺ. പ്രോനൗൺ ആൻഡ് നൗൺ സബ്ജക്റ്റ് ആണ് കേട്ടോ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ. ഫോർ എക്സാമ്പിൾ മീന ഇസ് പ്ലേയിങ് വിത്ത് എ ബോൾ എന്നതിന് പകരം ഐ കൻ ടെൽ ഷീ ഇസ് പ്ലേയിങ് വിത്ത് എ ബോൾ.
ഓക്കെ, സോ ഷീ എന്നത് അവിടെ പ്രോനൗൺ ആണ്, ഹി എന്നത് പ്രോനൗൺ ആണ്, ഇറ്റ് എന്നത് പ്രോനൗൺ ആണ്. ഇറ്റ് ഈസ് റെയിനിങ്, എവിടെയാണ് മഴ പെയ്യുന്നത്? വയനാടാണ് മഴ പെയ്യുന്നത്. സോ വയനാട് ഇസ് ദി ഒബ്ജക്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? സബ്ജക്ട് എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലായോ? ഇവിടെ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന എല്ലാം സബ്ജക്റ്റ് ആണ്, ബ്രൗൺ എല്ലാം വേർബ് ആണ്, ഗ്രീൻ എല്ലാം ഒബ്ജക്റ്റ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. സോ എനിക്ക് നിങ്ങൾ ക്വിക്ക് ആയിട്ട് ഐ ഗിവ് യു എ മിനിറ്റ്, എല്ലാവരും ജസ്റ്റ് SVO ഫോർമാറ്റിൽ ഒരു സെന്റൻസ് എഴുതി തരും എനിക്ക് ചാറ്റ് ബോക്സിൽ വേഗം. ഐ ഹോപ്പ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ബട്ട് നമ്മൾ ജസ്റ്റ് ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ഐ നോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ സെന്റൻസ് തരുമ്പോ SVO ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ എല്ലാം അയക്കുന്നതിൽ S+V മാത്രമേ ഉള്ളൂ. ഷീ ഇസ് ഡ്രൈവിംഗ്, എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്? യെസ്, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, ഐ എം വാച്ചിങ് യുവർ ക്ലാസ്, ഷീ ഇസ് സ്ലീപ്പിംഗ്, Isna is playing, I'm writing, he's reading, she's dancing, she was swimming in the pool, I'm listening class. Okay, thank you so much. Okay, thank you. Okay, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളത്തിൽ ഈ സെന്റൻസ് മീന is playing with a ball എന്നത് മലയാളത്തിൽ പറയുമ്പോ എങ്ങനെയാ? മീന ബോൾ വെച്ച് കളിക്കുകയാണ്. നമ്മുടെ മലയാളത്തില് SOV ആണ്, സബ്ജക്ട് പ്ലസ് ഒബ്ജക്ട് പ്ലസ് വേർബ് ആണ് വരിക. ഓക്കെ, കുട്ടി സ്കൂളിൽ പോയി, ദ ചൈൽഡ് വെന്റ് ടു ദ സ്കൂൾ. ഇംഗ്ലീഷിൽ SVO ആണ്, മലയാളത്തിൽ SOV ആണ്. സോ നിങ്ങൾ മലയാളത്തിൽ നിന്ന് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. കുട്ടി, ചൈൽഡ്, സ്കൂളിൽ പോയി, ദ ചൈൽഡ് സ്കൂൾ വെന്റ് എന്നല്ലല്ലോ നമ്മൾ പറയാ, ദ ചൈൽഡ് വെന്റ് ടു ദ സ്കൂൾ. ഓക്കെ, സോ മലയാളത്തിൽ SOV ആണ് സെന്റൻസ് ഫോർമാറ്റ്, ബട്ട് ഇംഗ്ലീഷിൽ സെന്റൻസ് സ്ട്രക്ചർ SVO ആണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ? സോ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അധികം ആൾക്കാരും എക്സാം എഴുതുന്ന സമയത്ത് മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തെറ്റ് വരുത്തരുത്. ഓക്കെ, മലയാളത്തിലെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ തെറ്റായിരിക്കും, ബിക്കോസ് സെന്റൻസ് സ്ട്രക്ചറിങ്ങിൽ വ്യത്യാസമുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓർ സ്റ്റിൽ ഡൗട്ട് ഉണ്ടോ? പ്ലീസ് ലെറ്റ് മീ നോ. യെസ്, ഓക്കെ, താങ്ക് യു. Moving to next slide, it's tenses. Okay, tenses actually നമ്മൾക്ക് ഇംഗ്ലീഷിൽ മൊത്തമായിട്ട് 12 tenses ഉണ്ട്. 12 tenses ആണ് മൊത്തം വരുന്നത്. പക്ഷെ അത് ഇവിടെ കൊടുത്തിരിക്കുന്ന ബേസിക് 3 ടെൻസിന്റെ അടിയിലാണ് വരിക. അതായത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ 3 ടെൻസുകളുടെ അടിയിലായിട്ട് മൊത്തത്തിൽ 12 ടെൻസുകൾ ഉണ്ട്. ആ 12 ടെൻസുകളും ഒറ്റ സെഷനിൽ ഡിസ്കസ് ചെയ്യുക എന്നത് ഭയങ്കര ഹെക്റ്റിക്കും ഭയങ്കര കൺഫ്യൂസിങ്ങും ആയിരിക്കും. സോ ഓരോ ടെൻസിന്റെ അടിയിൽ വരുന്ന ടെൻസസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോ ഈ മേജർ ആയിട്ടുള്ള 3 ടെൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വി യൂസ് present tense to write about facts, opinions, or things that happened at present. That happened at present അല്ല, that are happening at present. Okay, happening ആണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That are happening at present. ഈ മൊമെന്റിൽ, ഫോർ എക്സാമ്പിൾ, I am taking class. You are listening to my class. Okay, സോ ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് വരിക. ഐ ഈസ് ഉപയോഗിക്കില്ല കേട്ടോ. ഐ ഈസ് ലിസണിങ് ക്ലാസ് എന്ന് പറയില്ല. നമ്മൾ ഐ എന്ന വേർഡ്, ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ഐ വരുമ്പോ എപ്പോഴും ആമേ വരുള്ളൂ. ഓക്കെ, ഐ ആം, ഐയുടെ കൂടെ ഈസും ആറും യൂസ് ചെയ്യില്ല. സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഈസ് ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മീന ഇസ് പ്ലേയിങ്. ഓക്കെ, പക്ഷെ ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ, പ്ലൂറൽ ആണ് എങ്കിൽ, ബഹുവചനാണ് എങ്കിൽ, മീന ആൻഡ് രാഹുൽ ആർ പ്ലേയിങ്. ഓക്കെ, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2ഓ 2-ലധികമോ ആൾക്കാരുണ്ടെങ്കിൽ ആറാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഒരാളാണ് എങ്കിൽ അല്ലെങ്കിൽ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഈസ് ആണ് യൂസ് ചെയ്യുക. അത് നമ്മള് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ, പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംഭവിക്കുന്നത്. സോ എക്സാമ്പിൾ, ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്, ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ്, പാസ്റ്റ് ടെൻസ്. ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നത് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയേക്കുന്നതാണ്. ഈ എക്സാമ്പിൾ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പുതിയ എക്സാമ്പിൾ തരാം. We use past tense to write about things that has already happened.
സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയത്, പാസ്റ്റ് എന്നാൽ മുമ്പ്. ഓക്കെ, ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, ഇറ്റ് റെയിൻഡ്. സോ ഓരോ ടെൻസ് മാറുമ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ്? വേർബ് ആണ്, ആക്ഷൻ വേർഡ് ആണ്. ഇപ്പൊ ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്നതിലെ വേർബ് എന്താണ്? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്ന സെന്റൻസിലെ വേർബ് എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. റെയിനിങ്, റെയിനിങ്, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മുടെ ഓരോ ടെൻസ് മാറുമ്പോഴും ഇതിന്റെ കൂടെ ഇപ്പോ നമ്മൾ ബാക്കി 12 ടെൻസുകളും ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഹാവ് ബീൻ, ഹാഡ് പ്ലസ് ഹാസ്, അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ വരാനുണ്ട്. പക്ഷെ ഇവിടെ ബേസിക് ചേഞ്ച് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ്? വേർബ്. ഓക്കെ, ഈ ടെൻസസ് മാറുമ്പോൾ മെയിൻ ആയിട്ട് മാറുന്നത് വേർബിലാണ് വ്യത്യാസം വരുന്നത്. സോ പാസ്റ്റ് ടെൻസ് വരുമ്പോ ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്നത് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഇറ്റ് റെയിൻഡ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഇറ്റ് വാസ് റെയിനിങ് അല്ല കേട്ടോ. ഓക്കെ, അത് പാസ്റ്റിൽ തന്നെ വരുന്ന മറ്റൊരു ടെൻസ് ആണ്. ആക്ച്വലി പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുന്ന ടെൻസ് ആണ് കേട്ടോ. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ, റെയിൻഡ്. അപ്പൊ റെയിനിങ്ങിൽ നിന്ന് ടെൻസ് മാറി എന്തായി? റെയിൻഡ്, RAINED. അധിക സമയവും, പക്ഷെ എല്ലാം അങ്ങനെയല്ല കേട്ടോ. അധിക സമയം റെഗുലർ വേർബുകളാണ് എന്തിൽ ED ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് D. ഫോർ എക്സാമ്പിൾ ഡാൻസ്, ഡാൻസിങ്, ഡാൻസ്ഡ്. ഓക്കെ, ലിസൺ, ലിസൺഡ്. പക്ഷെ എല്ലാം അങ്ങനെയല്ല. സിംഗിന്റെ പാസ്റ്റ് എന്താണ്? യെസ്, ഗുഡ് സെന്റൻസ് അഭിനവ്. ഇറ്റ് റെയിൻഡ് an hour ago. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സിംഗിന്റെ സെന്റൻസ് പാസ്റ്റ് സാങ് ആണ്. സിംഗ് എന്നൊരു വേർഡ് ഇല്ല. സോ എല്ലാത്തിന്റെ കൂടെയും D ആഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരുവിധം മേ ബി ഒരു 75% ഓഫ് വേർഡ്സ് നമ്മൾ ലാസ്റ്റ് ED അല്ലെങ്കിൽ D ആഡ് ചെയ്താൽ അതിന്റെ പാസ്റ്റ് ആയി കിട്ടും. ഓക്കെ, റൈറ്റിന്റെ പാസ്റ്റ് എന്താ? വാട്ട് ഇസ് ദ പാസ്റ്റ് ഓഫ് റൈറ്റ്? WRITE, wrote. Very good. Wow, very good. Okay, next is future tense. Future tense എന്ന് പറയുമ്പോ നമ്മള് ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇവിടെ എക്സാമ്പിൾ സെന്റൻസ് ഞാൻ കൊടുത്തിരിക്കുന്നത് they will not come tomorrow. നമ്മളിപ്പോ മഴയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്നത് എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കുക? ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് എന്നതിനെ, അല്ലെങ്കിൽ ഇറ്റ് റെയിൻഡ് ടുഡേ എന്നുള്ളതിനെ എങ്ങനെയാണ് ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കുക? ഓക്കെ, ഫ്യൂച്ചർ ടെൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് വിൽ എന്ന വേർഡ് ഉണ്ടാവും. ഇറ്റ് വിൽ റെയിൻ ടുമാറോ, വിൽ ബി റെയിനിങ് ടുമാറോന്റെ ആവശ്യം ഇല്ല. ഇറ്റ് വിൽ റെയിൻ ടുമാറോ. ഓക്കെ, വിൽ ബിയുടെ ആവശ്യം ഇല്ല. ഇറ്റ് വിൽ റെയിൻ ടുമാറോ മതി. ആൻഡ് ഫ്യൂച്ചർ ടെൻസിലെല്ലാം വേർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലായിരിക്കും. അതിന്റെ കൂടെ INGO EDO ഒന്നും വേണ്ട. ഐ വിൽ കം ടുമാറോ, കെയിം വേണ്ട. ഐ വിൽ കം ടുമാറോ, അല്ലെങ്കിൽ ഐ വിൽ നോട്ട് കം ടുമാറോ. ഇറ്റ് വിൽ റെയിൻ ടുമാറോ. ഓക്കെ, ഐ വിൽ കുക്ക് ലേറ്റർ. എല്ലാ വേർബിന്റെയും ഫസ്റ്റ് ഫോമിലാണ് ഫ്യൂച്ചർ ടെൻസിൽ ഉണ്ടാവുക. അതായത് അതിന്റെ കൂടെ INGO EDO ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ഈ 3 ബേസിക് ടെൻസ് ക്ലിയർ അല്ലേ? പ്രസന്റ് ടെൻസ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയത്, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞത്, ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ മൊത്തം ശരിക്കും 3 ടെൻസസ് അല്ല ഉള്ളത്. ഈ 3 ടെൻസിന്റെ താഴെയും നമ്മൾക്ക് 4 ടെൻസസ് വെച്ച് വരുന്നുണ്ട്. പ്രസന്റ് ടെൻസിന്റെ താഴെ 4 പാസ്റ്റ് ടെൻസിന്റെ താഴെ 4 ഫ്യൂച്ചർ ടെൻസിന്റെ താഴെയും 4 അങ്ങനെ മൊത്തം 12 ടെൻസസ് ഉണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇസ് നൗൺ, വെർബ്, പ്രപ്പോസിഷൻ, അഡ്ജക്റ്റീവ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. നൗൺ എന്താണ്? നൗൺ ഇസ് എ വേർഡ് ദാറ്റ് നെയിംസ് സംതിങ്. നെയിമിംഗ് വേർഡുകളെയാണ് നമ്മൾ നൗൺ. അതായത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുടെ പേര്, അത് ആൾക്കാരുടെ പേരാവാം, സ്ഥലങ്ങളുടെ പേരാവാം, സാധനങ്ങളുടെ പേരാവാം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ പേരാവാം. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഹംന, എന്റെ പേരാണ് ഹംന. ഓക്കെ, ദെൻ താജ്മഹൽ ഒരു മോണ്യുമെന്റിന്റെ പേരല്ലേ, ഒരു സംഭവത്തിന്റെ, ഒരു സ്ഥലത്തിന്റെ പേരല്ലേ അത്. കാറ്റ് ഒരു മൃഗത്തിന്റെ പേരാണ്. ടേബിൾ ഒരു സാധനത്തിന്റെ പേരാണ്. ഷുഗർ, ഷെയർ. ഓക്കെ, ഇതൊക്കെ എന്താണ്?
നെയിമിംഗ് വേർഡുകളാണ്. എന്തിന്റെയെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നതാണ് നൗൺ. സോ നൗൺസ് ആർ ബേസിക്കലി നെയിമിംഗ് വേർഡ്സ്. ഓക്കെ, സോ നമ്മുടെ ഒരു സെന്റൻസിൽ SVO എന്നതിൽ എന്താണ് നൗൺ ആയിട്ട് അധിക സമയവും വരിക? സബ്ജക്റ്റ് ആണോ, വേർബ് ആണോ, ഒബ്ജക്റ്റ് ആയിരിക്കുമോ നൗൺ? യെസ്, സബ്ജക്റ്റ് നൗൺ ആയിരിക്കാം ആൻഡ് ഓൾസോ ഒബ്ജക്റ്റ്. വെരി ഗുഡ്. സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ബോത്ത് ക്യാൻ ബി നൗൺസ്. ഓക്കെ, വെരി ഗുഡ്. കാരണം എന്താണ്, സബ്ജക്റ്റിൽ നമ്മൾ നേരത്തെ മീന ഇസ് പ്ലേയിങ്, രാഹുൽ ഇസ് ഡാൻസിങ്. ഓക്കെ, അതുപോലെ ഒബ്ജക്റ്റ് വരുമ്പോഴും നമ്മൾ പ്ലേയിങ് വിത്ത് ബോൾ, ഈറ്റിംഗ് ബിരിയാണി, ഈറ്റിംഗ് നൂഡിൽസ്, ഡ്രോയിങ് വിത്ത് പെൻ. അപ്പൊ പെൻ, ബിരിയാണി, നൂഡിൽസ് എന്നതൊക്കെ എന്താണ്, ഒബ്ജക്റ്റ് അല്ലേ? സോ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ബോത്ത് ക്യാൻ ബി നൗൺസ്. പിന്നെ അടുത്തത് വേർബ്. വേർബ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തെ, എന്തെങ്കിലും ഒരു ഒക്കറൻസിനെ, ഇപ്പൊ റെയിനിങ്, മഴ, അല്ലെങ്കിൽ സ്നോയിങ്, സ്നോഫോൾ, മഞ്ഞ് വീഴുന്നുണ്ട് എന്നിങ്ങനെയുള്ള ഒക്കറൻസുകളെ, സംഭവങ്ങളെ സൂചിപ്പിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്, യൂസ് ചെയ്യുന്ന വേർഡ്സിനെ പറയുന്നതാണ് വേർബ്സ്. ഫോർ എക്സാമ്പിൾ, Meena is singing, Rahul is dancing. Yes, anything that denotes an action or occurrence is verb. So example, sing, dance, jump, run. Okay, next sorry, then preposition. Preposition endana? It is a word used before a noun to show direction, time, place, location or spatial relationships. അതായത് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ ദിശ പറയാൻ അല്ലെങ്കിൽ സമയം പറയാൻ. ഫോർ എക്സാമ്പിൾ, I was born in 2000. ഓക്കെ, അപ്പൊ ഒരു സമയത്തിന്, അപ്പൊ സമയം പറയാൻ നമ്മൾ അവിടെ ഉപയോഗിച്ച ഒരു ചെറിയ വാക്ക് എന്താണ്? ഇൻ. I was born in 2000. പ്രപ്പോസിഷൻ നമ്മൾ എന്തെങ്കിലും സമയമാവട്ടെ, ഡിറക്ഷൻ ആവട്ടെ, സ്ഥലം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, മൈ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. അത് ടേബിളിന്റെ മുകളിലാണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത വേർഡാണ് ഓൺ. ഓൺ ദ ടേബിൾ. സോ ഇത്തരത്തിലുള്ള അറ്റ്, ഇൻ, ഓൺ, ബിഫോർ, ബിറ്റ്വീൻ, അണ്ടർ, ഓക്കെ എന്നിങ്ങനെയുള്ള നമുക്ക് പ്രപ്പോസിഷൻസ് എണ്ണാനാണ് എന്നുണ്ടെങ്കിൽ നിയർലി 100 പ്രപ്പോസിഷൻസ് ഉണ്ടാവാം. ഓക്കെ, ബട്ട് നമ്മൾ ബേസിക്കലി പഠിക്കുമ്പോൾ ഒരു 10-20 എണ്ണാണ് പഠിക്കുക. ബാക്കിയൊക്കെ അത്ര ഓഫൺ യൂസ് ചെയ്യാത്തതാണ്. ഓക്കെ, നമ്മൾ എന്തിനെങ്കിലും പൊസിഷൻ, മൈ ബുക്ക് ഇസ് ബിറ്റ്വീൻ യുവർ ബുക്സ്. എന്റെ ബുക്ക് നിങ്ങളുടെ ബുക്കിന്റെ ഇടയിലുണ്ട്. ഓക്കെ, ദ കാറ്റ് ഇസ് ഹൈഡിങ് അണ്ടർ ദ ബെഡ്. ബെഡിന്റെ അടിയിൽ പൂച്ച ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, സോ മനസ്സിലായോ പ്രപ്പോസിഷൻ എന്താണെന്ന്? മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും സാധനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൗണിന്റെ ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ എന്നിങ്ങനെയുള്ള സംഭവങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അണ്ടർ, എബവ് എന്നിങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ പ്രപ്പോസിഷനിൽ വരും. നെക്സ്റ്റ് ഇസ് അഡ്ജക്റ്റീവ്. Adjective is a word that describes or modifies a noun. For example, നമ്മൾ ഒരു നൗണിനെ, ഒരു നെയിമിംഗ് വേർഡിനെ, ഇപ്പൊ എന്താണ്? ഹംന. ഹംന is tall. ഹംന is a tall girl. എന്താണ്? അപ്പോ എന്നെ ഡിസ്ക്രൈബ് ചെയ്തു. നമ്മൾ എന്തിനെങ്കിലും വിശേഷിപ്പിക്കാൻ, എന്തെങ്കിലും ഒരു വസ്തുവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് adjective എന്ന് പറയുക. സോ adjective are describing words. Okay. Taj Mahal is a beautiful monument. So Taj Mahal നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തത്. മീന ഇസ് പ്ലേയിങ് വിത്ത് എ ബിഗ് ബോൾ. ഒരു വലിയ ബോൾ. ഓക്കെ, സോ നമ്മൾ നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡുകളെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Noun, verb, preposition, adjective. ഇത് 4 ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ കൊടുത്തിട്ടില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആഡ്വേർബ്സ് ഉണ്ട്. ആഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേർബുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് ഇസ്, ഇറ്റ് ഇസ് റെയിനിങ് ഹെവിലി. റെയിനിങ് എന്നത് വേർബാണ്. എങ്ങനെയാണ്? അതിശക്തമായി മഴ പെയ്യുന്നു. നമ്മൾ ആ വേർബിനെ, ആ ആക്ഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എന്താണാവുക? ആഡ്വേർബ് ആവും. അഡ്ജക്റ്റീവ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. നോ, ആദിത്യ, അൻസില, അത് അഡ്ജക്റ്റീവ് ഇസ് ഫോർ ഡിസ്ക്രൈബിംഗ് നൗൺ,
ആൻഡ് adverb is for describing verb. നമ്മൾ ചെയ്യുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് adverb. She is singing beautifully. It is raining heavily. Okay. അപ്പൊ അധിക സമയവും adverbs ly വെച്ചിട്ടാണ് അവസാനിക്കുക. Heavily, beautifully. He is running fastly. Okay. Yes, he is walking slowly. Heavily. അധിക സമയം adverbs എങ്ങനെയാണ് അവസാനിക്കുക? ly ലാണ് അവസാനിക്കുക. So noun, verb, preposition, adjective, adverb. ഈ 5 കാര്യങ്ങൾ ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്ലീസ് ലെറ്റ് മീ നോ. ഉണ്ടെങ്കിൽ അത് ഏതാണ് എന്നും കൂടെ പറയട്ടോ. ക്ലിയർ ആണ്? ഓക്കെ. നോ എന്ന് പറയല്ലേ, ലൈക് ഗിവ് മീ എ തംസ് അപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുമ്പോൾ ഓക്കെ പ്രപ്പോസിഷൻ ആഡ്വേർബ് ഒക്കെ മനസ്സിലാവാത്തതാണോ? പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വസ്തുവിന്റെ ഡയറക്ഷൻ, ദിശ, അല്ലെങ്കിൽ അത് എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും സമയം പറയാൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് കൃത്യമായി നിൽക്കുന്നത്. ഐ ആം വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് അറ്റ്. ആ അറ്റ് അവിടെ എന്താണ്? ആഡ്വേർബ് ആണ്. ഓക്കെ, സോറി പ്രപ്പോസിഷൻ ആണ്, ആഡ്വേർബ് അല്ല. സോറി പ്രപ്പോസിഷൻ. ഓക്കെ, ഐ വാസ് ബോൺ ഇൻ 2000. ഓക്കെ, പിന്നെ ആഡ്വേർബ് എന്ന് പറയുന്നത് നമ്മൾ വേർബ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വേർബ്. ആ വേർബിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യുന്നുണ്ട്, അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. സോ ആ ഹെവിലി എന്നത് അവിടെ ആഡ്വേർബ് ആണ്. ഓക്കെ, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അഡ്ജക്റ്റീവ് ആണ്, വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വേർബ് ആണ്. ഓക്കെ, സോ വിൽ മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ്, നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന, നമുക്ക് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് വൊക്കാബുലറി അത്ര അധികം ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞാൻ പറഞ്ഞതുപോലെ കുറെയൊക്കെ നമ്മൾക്ക് എന്താണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾക്ക് കിട്ടിയില്ല. ഇപ്പൊ നമ്മൾക്ക് ട്രീ എന്ന് പറയണം, പക്ഷെ മരം എന്നതിന് നമുക്ക് ട്രീ എന്ന വാക്ക് അപ്പൊ കിട്ടിയില്ല. സോ നമ്മൾക്ക് ഇങ്ങനെ പറയാം, ദ തിങ് വിത്ത് മെനി ലീവ്സ് ഓൺ ഇറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ എഴുതുന്ന സമയത്ത് അത് പോസിബിൾ അല്ല. സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ചൊക്കെ ആംഗ്യം, ആക്ഷൻസ് കാണിക്കാം. പക്ഷെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് യു നീഡ് എക്സാക്ട് വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെയാണ് കേട്ടോ വൊക്കാബുലറി എന്ന് പറയുന്നത്. സോ വൊക്കാബുലറി എങ്ങനെ ഇംപ്രൂവ് ചെയ്യും? ഹൗ വിൽ യു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി? കുറച്ച് ടിപ്സ് ഞാനിവിടെ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല കേട്ടോ. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ടെക്നിക്സ് അറിയും എന്നുണ്ടെങ്കിൽ പ്ലീസ് ആഡ് ഓൺ ഇൻ ദ ചാറ്റ് ബോക്സ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അത് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഇസ് യൂസ് ഡിക്ഷണറി. അതായത് ഇന്നത്തെ ഒരു പ്രശ്നം, നമ്മൾ ഏതെങ്കിലും വേർഡ് കിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ല, അപ്പൊ നമ്മൾ ഓർക്കില്ല. അതേസമയം ഡിക്ഷണറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ സാധ്യതയുണ്ട്. സോ ഒരു ഡിക്ഷണറി കയ്യിലുള്ളവരും അതിന് സമയമുള്ളവരും ഡിക്ഷണറി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു വാക്ക് പുതുതായി പഠിക്കുന്ന സമയത്ത് അത് ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, അത് ഒരു വാക്ക് പഠിക്കുന്ന അന്ന് തൊട്ട്, ഇന്നിപ്പോ നിങ്ങൾ മഡിൽ എന്ന വേർഡ് പഠിച്ചു. മഡിൽ എന്ന വേർഡിന്റെ അർത്ഥം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു ഓർഡറിൽ അല്ലാത്ത അവസ്ഥ എന്നാണ്. പക്ഷെ മഡിൽ ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോപ്പിംഗ് അപ്പ്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോപ്പപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിലെങ്കിലും ആഴത്തിൽ ഡൈവ് ചെയ്ത് പഠിക്കുക. ഐ എം മഡ്ലിംഗ് ത്രൂ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ആഴ്ന്നിറങ്ങി പഠിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. സോ ഈ വേർഡും ഫ്രേസും നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി എത്രയോ ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുന്നുണ്ട്, എല്ലാം നമ്മൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലേ? സോ ഫസ്റ്റ് ഇസ് യൂസ് ഡിക്ഷണറി. അതുപോലെ നിങ്ങളൊരു വേർഡ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക, അത് വെച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് ഇസ് വാച്ച് മൂവീസ് വിത്ത് സബ് ടൈറ്റിൽസ്. ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്നവരാണ് എങ്കിൽ ഇംഗ്ലീഷ് മൂവീസ് തന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ച് കാണുക. ഓക്കെ, ബിക്കോസ് ഇംഗ്ലീഷ് മൂവീസിലെ സ്പീച്ച് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അവരുടെ ആക്സെന്റ് കാരണം. ഇന്ത്യൻ ഇംഗ്ലീഷ് മൂവീസിലെ മനസ്സിലാവും, അതല്ലാതെ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മൂവീസിലെ ആക്സെന്റ്, അവരുപയോഗിക്കുന്ന ആ ഒരു ഉച്ചാരണം നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ ഇംഗ്ലീഷ് മൂവീസ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ച് തന്നെ കാണുക. ഇംഗ്ലീഷ് മൂവീസ് മലയാളം സബ് ടൈറ്റിൽസ് വെച്ച് കണ്ടാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല, നിങ്ങളുടെ മലയാളമേ ബെറ്റർ ആവുള്ളൂ. സോ ഇംഗ്ലീഷ് പഠിക്കാൻ പിന്നെ ഒരു മാർഗം എന്താണ്? മലയാളം മൂവീസ് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ച് കാണുക. ഓക്കെ, സോ മലയാളം സെന്റൻസ് പക്ഷെ എന്താണ്,
സബ്ടൈറ്റിൽസ് റിലയബിൾ ആയിരിക്കണം. ചിലത് സബ്ടൈറ്റിൽസ് കൊടുത്തിരിക്കുന്നതും തെറ്റായിരിക്കും. സോ ഒരു കറക്റ്റ് സബ്ടൈറ്റിൽ ആണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അത് കാണുക. ഓക്കെ, സോ വാച്ച് മൂവീസ് വിത്ത് സബ്ടൈറ്റിൽസ്. നെക്സ്റ്റ് ഇസ് റീഡ് എവറിത്തിങ് ആൻഡ് എനിത്തിങ് യു ഗെറ്റ്. നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ എന്തും, അത് ന്യൂസ് പേപ്പേഴ്സ് ആവാം. ഇന്നിപ്പോ ഇന്റർനെറ്റിലൊക്കെ എല്ലാ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും അവൈലബിൾ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ എന്ത് ആർട്ടിക്കിൾ ആയിക്കോട്ടെ, കൈ കിട്ടുന്ന എന്തും വായിച്ചോ. വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വൊക്കാബുലറി ഇംപ്രൂവ് ആവുക? അതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ നോട്ട് ചെയ്ത് വെച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് അത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വായിച്ചു പോകുന്നതിൽ കാര്യമില്ല. നെക്സ്റ്റ് ഇസ് ലുക്ക് ഫോർ ആന്റോണിംസ് ആൻഡ് സിനോണിംസ്. നിങ്ങൾക്കൊരു പുതുതായ ഒരു വാക്ക് കിട്ടുന്ന സമയത്ത് അതിന്റെ ആന്റോണിംസും സിനോണിംസും മനസ്സിലാക്കുക. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആന്റോണിംസും സിനോണിംസും എന്താണ് അറിയോ? What is meant by antonyms and synonyms? Yes, antonyms എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഫോർ എക്സാമ്പിൾ, ഹാപ്പി എന്നൊരു വേർഡ് നിങ്ങൾ പുതുതായി പഠിക്കുകയാണ്. ഹാപ്പി എന്ന വേർഡിന്റെ ആന്റോണിം അഥവാ ഓപ്പോസിറ്റ് എന്താണ്? സാഡ്. ഓക്കെ, ഇനി ഹാപ്പി എന്ന വേർഡിന്റെ സിനോണിം, അതായത് സിനോണിം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പദം, പക്ഷെ ഹാപ്പി എന്ന പദത്തിന്റെ അതേ അർത്ഥം വരുന്ന മറ്റു പദങ്ങളെയാണ് നമ്മൾ സിനോണിംസ് ഓഫ് ഹാപ്പി എന്ന് പറയുക. ഓക്കെ, ഹാപ്പി, ജോയ്, എക്സൈറ്റഡ് എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്താണ്? ഹാപ്പിയുടെ സിനോണിംസ് ആണ്. ഓക്കെ, സോ ഏതൊരു വാക്ക് പഠിക്കുന്ന സമയത്തും നിങ്ങൾ അതിന്റെ സിനോണിംസും ആന്റോണിംസും ഓപ്പോസിറ്റ്സും അതുപോലെ സെയിം മീനിങ് ഉള്ള വേർഡും മനസ്സിലാക്കുക. ഷഫ്ന, ഗെറ്റിന്റെ മീനിങ്ങോ? മനസ്സിലായില്ല. ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക, എന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നതിനെയാണ് ഗെറ്റ് എന്ന് പറയുക. ഐ വോണ്ട് ടു ഗെറ്റ് സം ചോക്ലേറ്റ്സ്. എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കണം അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസ് ഗൂഗിൾ ഓർ യൂട്യൂബ് ടു ഗെറ്റ് പ്രൊനൗൺസിയേഷൻ. പലർക്കും പുതിയ വേർഡ് പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. സോ ഇന്നിപ്പോ ഗൂഗിളിൽ തന്നെ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്താലും അതിന്റെ പ്രൊനൗൺസിയേഷൻ അതിന്റെ താഴെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കാം. ഓക്കെ, യു ക്യാൻ, അല്ലെങ്കിൽ ചില വെബ്സൈറ്റ്സ് ഉണ്ട്. ഞാനായിട്ട് ഒരു വെബ്സൈറ്റും പറയുന്നില്ല, നിങ്ങളായിട്ട് ഏതെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ആൻഡ് ഈസിലി ആക്സസിബിൾ ആയ ആപ്പുകൾ ഉണ്ട്. ഇപ്പോൾ ഡുവോലിംഗോ പോലത്തെ ആപ്പുകൾ ഉണ്ട്. ഞാൻ ഒരു ആപ്പിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ ഡുവോലിംഗോ യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷെ മറ്റ് ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള മറ്റ് ഫ്രീ ആപ്പുകൾ ഉണ്ടെങ്കിൽ യു കെൻ ഓൾസോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, പിന്നെ ഒരു സംഭവം, സെയിം വേർഡ് തന്നെ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. പലരും തല്ലുപിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോ സ്കെഡ്യൂളിനെ തന്നെ നമുക്ക് ഷെഡ്യൂൾ എന്നും പറയാം, സ്കെഡ്യൂൾ എന്നും പറയാം. ഇതെല്ലാം കറക്റ്റ് ആണ്. ജസ്റ്റ് അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ വരുന്ന വ്യത്യാസങ്ങളാണത്. ഓക്കെ, സോ സെയിം വേർഡ് തന്നെ ഒന്നോ രണ്ടോ രീതിയിലൊക്കെ പ്രൊനൗൺസ് ചെയ്യാം. അതെല്ലാം ശരിയായി. ഓക്കെ, what about if we think in English language, like when you plan something, use English to do it, will it not help one to improve talking in English? അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ആലോചിച്ചാൽ എന്നാണോ? വാട്ട് അബൌട്ട് ഇഫ് വി തിങ്ക് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലൈക്ക് വെൻ യു പ്ലാൻ സംതിങ്, യൂസ് ഇംഗ്ലീഷ് ടു ഡു ഇറ്റ്. അതായത് നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ആലോചിക്കാനാണോ അഭിനവ് പറഞ്ഞത്? യെസ്, ഇഡിയംസും പഠിക്കാം. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇറ്റ്സ് എ വെരി ഗുഡ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൊനൗൺസിയേഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വേർഡ്സ് ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. മെമെന്റോ എന്നാണ് പറയുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, മെമെന്റോ. സോ ദാറ്റ് ഈസ് വിത്ത് വൊക്കാബുലറി. ആൻഡ് നമ്മൾ മലയാളികളായതിന്റെ പേരിൽ നമ്മൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന കുറച്ച് പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഞാൻ പറയാം. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മലയാളത്തില് എല്ലാത്തിന്റെ അവസാനം, അധിക വേർഡുകളുടെ അവസാനം ചന്ദ്രക്കല ഉണ്ടാവും. ഇപ്പോ വീട്, കാട്. പക്ഷെ അപ്പൊ നമ്മൾ ഡ് അതിലല്ലേ നിർത്തുക. പക്ഷെ ഇംഗ്ലീഷിൽ അതിന്റെ ആവശ്യമില്ല. കുറെ പേര് പറയുന്നിട്ടുണ്ട് ഐ നീഡിന്റെ ആവശ്യമില്ല, ഐ നീഡ് മതി. ഓക്കെ, അതുപോലെ സ്കൂളിന്റെ ഫ്രണ്ടിൽ സ്കൂൾ, നോ, ഇറ്റ്സ് സ്കൂൾ. സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ മുമ്പിൽ ഇയും ഊവും ഇല്ല. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് വാക്കുകൾ ഒരുപാട് നീട്ടി ഉച്ചരിക്കേണ്ടതില്ല. ഇപ്പോ സ്കൂളിന് 2 ഓ ഉണ്ട്. കുറെ ആൾക്കാർ വായിക്കുമ്പോ മൈ സ്കൂൾ ഈസ്, അത്രയും നീട്ടേണ്ട ആവശ്യമില്ല. സ്കൂൾ ഇസ്. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ നമ്മൾ ആന എന്ന് പറയുമ്പോൾ അത്രയും നീട്ടില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത്രയും നമ്മൾ നീട്ടി ഉച്ചരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഉള്ളത് റാ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇംഗ്ലീഷിൽ. ദാറ്റ് ഇസ് ടുമാറോ എന്ന് പറയേണ്ട, ഇറ്റ്സ് ടുമോറോ. അതുപോലെ റാബിറ്റ് അല്ല, ഇറ്റ്സ് റാബിറ്റ്. ഓക്കെ, ടൈഗർ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ടൈഗർ. ആൻഡ് ഇംഗ്ലീഷിൽ ടാ ഇല്ല, ടൈഗർ അല്ല, ട് ആണ്. നമ്മൾ ടാറ്റ എന്ന് പറയില്ലേ, ട്. ഇംഗ്ലീഷിൽ ടാ സൗണ്ട് ഇല്ല. ടീയുടെ സൗണ്ട് ട്.
ടാറ്റ എന്ന് പറയുമ്പോൾ വരുന്ന ഒരു സൗണ്ട് ട്. സോ ഇറ്റ്സ് ടൈഗർ. ടു, കുറെ ആൾക്കാർ ടു എന്ന് പറയുന്നതായിട്ടുണ്ട്. ടു അല്ല, ഇറ്റ്സ് ടു, ഇറ്റ്സ് ടൈഗർ. സോ ഈ ട് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഒരു റാഡേം ഇടയിൽ നിൽക്കുന്ന സൗണ്ട്. ടുമോറോ, റാബിറ്റ്, ക്യാരറ്റ്. ഓക്കെ, ക്യാരറ്റ് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ജസ്റ്റ് കുറച്ച് കോമൺ മലയാളി മിസ്റ്റേക്സ് പറഞ്ഞതാണ് കേട്ടോ. ഞാനും ഉണ്ടാക്കിയിരുന്ന മിസ്റ്റേക്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു വേ ഓഫ് സ്പീക്കിംഗ്, പ്രൊനൗൺസിയേഷൻ ഒക്കെ മാറുമ്പോൾ തന്നെ നമ്മളുടെ എന്താണ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്നതിന്റെ ഒരു ലെവലിൽ തന്നെ വ്യത്യാസം വരും. നെക്സ്റ്റ് ഇസ് കുറച്ച് ടിപ്സ് ഫോർ മാസ്റ്ററിംഗ് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഇസ് ബി കൺസിസ്റ്റന്റ് ഇൻ പ്രാക്ടീസ്. ദാറ്റ് ഇസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. കീപ് പ്രാക്ടീസിങ്. അതായത് നിങ്ങൾ ഡെയിലി ഇപ്പൊ ഹാഫ് ആൻ അവർ ആണ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെയിലി 10 minutes ആണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എല്ലാ ദിവസവും 10 minutes സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂർ ഇരിക്കുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഡെയിലി 10 minutes സ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സ്പീക്ക്, റീഡ് ആൻഡ് റൈറ്റ്. ഇത് മൂന്നും നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് കൃത്യമായി പഠിക്കാൻ സാധിക്കും. പലർക്കും സ്പീക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തും നെറ്റ് യൂസ് ചെയ്തൊക്കെ സ്പീക്കിംഗ് അടിപൊളിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് അവിടെ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണം, അതുപോലെ നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ വായിക്കുക, ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, യെസ് അഭിനവ് പറയും കർണാടക വേർഡ് ഗേൾ ഇസ് പ്രൊനൗൺസ്ഡ് ആസ് ഗേർല്. ഓക്കെ, അതൊക്കെ എന്താണ്, ഒരു സൗത്ത് ഇന്ത്യൻ പ്രോബ്ലം ആണ്. നമ്മുടെ ഭാഷേനെ നമ്മൾ ഇംഗ്ലീഷിനെ മലയാളി വൽക്കരിക്കുകയാണ്, അതിന്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ബിൽഡ് യുവർ വൊക്കാബുലറി. നമ്മൾ ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ഓരോരുത്തരുടെയും അക്കാഡമിക് ഏരിയ ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൊക്കാബുലറി നിങ്ങൾ ആർട്ടിക്കിൾസ് വായിച്ചും നിങ്ങൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക. വൊക്കാബുലറി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഇംഗ്ലീഷും ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെറ്റ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ്. ദാറ്റ് ഇസ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിൽ ഇത്ര വൊക്കാബുലറി പഠിച്ചിട്ടുണ്ടാവണം, ഈ വീക്കിൽ ഞാൻ ഒരു പാരഗ്രാഫ് വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറി എഴുതണം എന്നിങ്ങനെയുള്ള ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഈ മന്ത് അവസാനിക്കുമ്പോഴേക്കും എനിക്കൊരു 1 പേജുള്ള എസ്സേ എഴുതാൻ സാധിക്കണം എന്നിങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക. ആൻഡ് ആ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഗോൾസ് സെറ്റ് ചെയ്യുന്നതിലല്ല കേട്ടോ, അത് അച്ചീവ് ചെയ്യുന്നതിലാണ് കാര്യം. നെക്സ്റ്റ് ഇസ് ബി ഇൻക്വിസിറ്റീവ്. ഇൻക്വിസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ക്യൂരിയസ് ആവുക, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക. പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നു, നിങ്ങൾക്ക് ആ വാക്ക് കിട്ടില്ല, അപ്പൊ തന്നെ ചാറ്റ് ബോക്സിൽ ചോദിക്കുക മാം വാട്ട് ഇസ് ദാറ്റ്. അപ്പൊ കുറച്ചധികം ക്യൂരിയസ് ആവുക. ഈ ഒരു ലേണിംഗ് പീരീഡിൽ കുറച്ച് അധികം ക്യൂരിയസ് ആവുക. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ കിട്ടുന്ന സമയത്ത് അപ്പൊ തന്നെ അത് സെർച്ച് ചെയ്ത് കണ്ടെത്തുക. ഓക്കെ, ഇൻക്വിസിറ്റീവ്, എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഫൈനൽ തിങ് ഞാനത് ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അവോയ്ഡ് ഹാവിങ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. അവോയ്ഡ് മേക്കിംഗ് മിസ്റ്റേക്സ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, അവോയ്ഡ് ഹാവിങ് ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കോളൂ, കുഴപ്പമില്ല. മിസ്റ്റേക്സ് ഉണ്ടാക്കി തന്നെ പഠിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ യു ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ് ടു സ്പീക്ക് അപ്പ്. നിങ്ങളിപ്പോ ഞാനിവിടെ സ്പീക്ക് ചെയ്യാൻ ഒരു ചാൻസ് തരുന്ന സമയത്ത് നിങ്ങൾ ആര് വേണമെങ്കിലും വന്ന് സംസാരിച്ചോളൂ. നിങ്ങൾ ആരും ഇവിടെ തെറ്റ് ചെയ്യുന്നതിൽ ഒന്നും പറയാൻ പോകുന്നില്ല. ബിക്കോസ് വി ആർ ഓൾ ബിഗിനേഴ്സ് ഹിയർ. നമ്മളെല്ലാവരും ബിഗിൻ ചെയ്യാണ്. സോ ദിസ് ഇസ് എ റൈറ്റ് പ്ലേസ് ടു മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, സോ ഞാൻ എന്തെങ്കിലും ചെയ്താൽ, ഞാൻ എഴുതിയാൽ, ഞാൻ സംസാരിച്ചാൽ തെറ്റുമോ എന്നുള്ള പേടി ഒഴിവാക്കുക. ഇഫ് യു ഹാവ് ദ ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ് യു ആർ നോട്ട് ഗോയിങ് ടു ലേൺ. നിങ്ങളുടെ പഠിത്തത്തിന്, നിങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റിനെ ഭയങ്കരമായിട്ട് അത് ഹിൻഡർ ചെയ്യും. ഓക്കെ, സോ ഹാവ് ദ കറേജ്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അത് ബോൾഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മുകളിൽ പറഞ്ഞ എല്ലാം ഉണ്ടായിട്ട് താഴത്തെ ഒരൊറ്റ പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗോൾസിനെ ഒക്കെ അത് ബാധിക്കും. ഓക്കെ, സോ തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കും. സോ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നാളെ തന്നെ നമ്മൾ എല്ലാവരും എന്താ പറയാ, മാസ്റ്റേഴ്സ് ആവാൻ പോകുന്നില്ല. വി ആർ ഓൾ ബിഗിനേഴ്സ്. ഓക്കെ, വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഞാൻ 4 years ആയിട്ട് ഇംഗ്ലീഷ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഓക്കെ, ടു ബി വെരി ഓണസ്റ്റ്, ഇന്ന് ഈ സെഷൻ എടുക്കുന്നതിന് മുമ്പ് ഐ ഹാഡ് ടു റീചെക്ക് മഡിൽ ത്രൂ എന്നതിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് റീചെക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. സോ വി ആർ ഓൾ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഓക്കെ, സോ അഞ്ജനി ജോൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. യു കെൻ ജസ്റ്റ് ഹാവ് ലുക്ക് ഓൺ ഇറ്റ്.
നല്ലൊരു പോയിന്റ് ആണ്. No one has ever learned anything perfectly. Exactly. Yes. Practice talking. Yes, that is very important. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാം. അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലുവന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരു ബെറ്റർ ലെവലിൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഡെയിലി 5 minutes അല്ലെങ്കിൽ ഒരു വീക്ക്ലി 15 minutes സംസാരിച്ചാൽ മാത്രമേ പഠിക്കുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ഐ ടോൾഡ്. യു ഓൺലി ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. സോ ആക്ട് ചെയ്ത് തുടങ്ങിയാലേ മിസ്റ്റേക്സ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരുപാട് പഠിച്ചു വെച്ചു, പക്ഷെ അത് ആരോട് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റുകൾ ഉണ്ടാക്കില്ല. നമ്മൾ തെറ്റ് തിരുത്തിയാണ് നമ്മളൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്നുള്ള സംഭവത്തിൽ എത്താം. ഓക്കെ, ദെൻ ഇവിടെ ഉള്ള ആരെങ്കിലും, നിങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്, ഈ സെഷനിൽ ജോയിൻ ചെയ്തവരാണ്, EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് കേട്ടിരുന്നോ? ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ലേൺ വൈസിലെ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു കോംപ്ലിമെന്ററി പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ആസ് ദ നെയിം സീസ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ. സോ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അഥവാ സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ബേസിക്സും നമ്മൾ EEPയിൽ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ EEPയുടെ ഫസ്റ്റ് സെഷൻ ഫ്യൂ ഡേയ്സ് അല്ല, ഒരു 2-3 days ബാക്ക് ആണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് ഓൺ 23rd ആയിരുന്നു വൈൻഡ് അപ്പ് ചെയ്തത്. ആൻഡ് അതിൽ ആൾക്കാരുടെ ഇംപ്രൂവ്മെന്റ് വാസ് ടു മച്ച്. അതൊരു 300 days ലോങ് പ്രോഗ്രാം ആയിരുന്നു. നമ്മൾക്ക് വീക്ക്ലി ലൈവ് സെഷൻസും അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസും എല്ലാം ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് അറിയിക്കാം. സോ ഇതിന്റെ ഒരു കഴിഞ്ഞ EEP സെഷൻ പോയത് എങ്ങനെയാണെന്നുള്ളൊരു റൂട്ട് മാപ്പ് ആണിത്. ഓക്കെ, ദാറ്റ് ഇസ് ബിൽഡിംഗ് ഫൗണ്ടേഷൻ. ആൻഡ് ഫ്രം ബിൽഡിംഗ് ഫൗണ്ടേഷൻ, അതായത് ഏറ്റവും ബേസിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നൗൺ എന്താണ്, വേർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള സെഷൻസിൽ നിന്ന് കുറച്ചും കൂടെ സെന്റൻസ് ഫോർമേഷനും വൊക്കാബുലറി ഡെവലപ്മെന്റിലേക്ക് എത്തി. അവിടെ നിന്ന് സെന്റൻസ് കുറച്ചും കൂടെ വിവിഡ് ആയിട്ട് പറഞ്ഞു. അതായത് ഈ SVOയുടെ കൂടെ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും മോഡൽ വേർബ്സും എല്ലാം ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഡിസ്ക്രിപ്റ്റീവ് സെന്റൻസസ് ഉണ്ടാക്കി തുടങ്ങി. അതിന് സെന്റൻസുകൾ തറോ ആയതിനു ശേഷം ടെൻസസിലേക്ക് കടന്നു. 14 ടെൻസസും പഠിച്ചു. അതിനുശേഷം സിമ്പിൾ സെന്റൻസുകളിൽ നിന്ന് കോംപ്ലെക്സ് സെന്റൻസുകളിലേക്കും സിമ്പിൾ വൊക്കാബുലറിയിൽ നിന്ന് അഡ്വാൻസ്ഡ് വൊക്കാബുലറിയിലേക്കും പോയി. അതായത് ഓരോ അക്കാഡമിക് അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള വൊക്കാബുലറീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു. അതിനുശേഷം കോംപ്ലെക്സ് ആയിട്ടുള്ള ലാംഗ്വേജ് സ്ട്രക്ചേഴ്സും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസും, ദാറ്റ് ഇസ് ഇപ്പോൾ ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് നെഗോസിയേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുക എങ്ങനെയാണ്, ഒരാളെ എങ്ങനെയാണ് പെർസ്വേഡ് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെയുള്ള കുറച്ചും കൂടെ റിയൽ ലൈഫ് കോംപ്ലെക്സ് ലാംഗ്വേജ് സ്ട്രക്ചേഴ്സ് പഠിച്ചു. പിന്നീട് കൾച്ചറൽ നുവാൻസസ്, നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ. അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടൻ ഇംഗ്ലീഷ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു സ്കെഡ്യൂളും കറക്റ്റ് ആണ്, ഷെഡ്യൂളും കറക്റ്റ് ആണ്. സോ ഇത്തരത്തിലുള്ള ഡിഫറൻസുകളെ പഠിക്കുകയും ഇതെല്ലാം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് മൂവീസ്, ഇപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടൻ ഇംഗ്ലീഷും എങ്ങനെയാണ് ഡിഫറൻസ് ഉള്ളത് എന്ന് മൂവീസിലൂടെ അനലൈസ് ചെയ്തു, ന്യൂസ് പേപ്പേഴ്സിലൂടെ അനലൈസ് ചെയ്തു, കുറച്ചും കൂടി ആ കൾച്ചറിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് പഠിച്ചു. ദെൻ ഫൈനലി പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പ്രൊഫഷണൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇന്റർവ്യൂസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇമെയിൽസ് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുക, നമ്മളിപ്പോ എന്തെങ്കിലും റിസർച്ച് പർപ്പസിന് വേണ്ടി എങ്ങനെയാണ് സിനോപ്സിസ് ക്രിയേറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിരുന്നു. ആൻഡ് ഫൈനലി വി വർ അറ്റ് our destination, that is mastering public speaking and persuasive communication. Okay, സോ ഇതാണ് EEPയുടെ ഒരു ഫോമാറ്റ്. വളരെ ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ നിങ്ങളെ എത്തിക്കുക എന്നതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. സോ EEP ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. EEP 2.0, ദാറ്റ് ഇസ് ഫോർ യു പീപ്പിൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇൻ എ വീക്ക് സ്റ്റാർട്ട് ചെയ്യും. ഐ തിങ്ക് ഒരു ടെന്റേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് August 6 ആണ്. എക്സാക്ട് ഡേറ്റ് നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ അറിയിക്കുന്നതാണ്. ആൻഡ് കഴിഞ്ഞ സെഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക്, ഇപ്പൊ ഇന്നത്തെ സെഷനിൽ എല്ലാവരും നിങ്ങളെ തന്നെ റേറ്റ് ചെയ്തത് ഒരു 3.54 പക്ഷെ ആ EEP 1 സ്റ്റാർട്ട് ചെയ്തപ്പോ
ഒരുപാട് പേര് വണ്ണിൽ നിൽക്കുന്നവരുണ്ടായിരുന്നു. അതായത് ആൽഫബറ്റ്സ് അറിയാം, വേർഡ്സ് അറിയാം, ബട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നിങ്ങനെയുള്ള പ്രൊനൗൺസിയേഷനിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാര് ടുവേർഡ്സ് എൻഡ് ആയപ്പോ സ്വന്തമായി സ്പീച്ചുകൾ എഴുതി അത് എന്താണ് ഒരു 200 ആൾക്കാരുള്ള പ്ലാറ്റ്ഫോമിൽ അവരത് പ്രസന്റ് ചെയ്തു. സ്വന്തമായി പോംസ് എഴുതി പ്രസന്റ് ചെയ്തു. സ്വന്തമായി 3 പേജ് വരെ നീളമുള്ള ആർട്ടിക്കിൾസ് എഴുതി തുടങ്ങി. ദെൻ റോൾ പ്ലേസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്നിങ്ങനെ ഡിബേറ്റിംഗ് സ്കിൽസിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്ത ആൾക്കാരുണ്ട്. സോ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നത് വൺസ് പ്രൂവ് ചെയ്തതാണ്. ദിസ് ഈസ് റിയലി ഗോയിങ് ടു ഹെൽപ്പ് യു പീപ്പിൾ എന്നത് പ്രൂവ് ചെയ്ത സംഗതിയാണ്. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് ആൻഡ് ഐ സജസ്റ്റ് ഓൾ ഓഫ് യു ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിനെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. Yes, I too expect a huge change because നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ്, കാരണം ഞാൻ നേരത്തെ നിങ്ങളോട് റൈറ്റിന്റെ പാസ്റ്റ് എന്താണ്, സിംഗിന്റെ പാസ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ ഒരാളെങ്കിലും സിംഗ് അല്ലെങ്കിൽ റൈറ്റഡ് എന്ന് എഴുതുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരാൾ പോലും എഴുതിയില്ല. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. സോ ഐ തിങ്ക് നിങ്ങളുടെ കൂടെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ആൻഡ് മുമ്പത്തെ ഇപിയിൽ എന്താണ് ഇടയിൽ മിസ് ഔട്ട് ആയി പോയ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഇപി തൊട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലേണിംഗ് ആപ്പ് ത്രൂ ആക്സസ് ഉണ്ടാവും. സോ ക്ലാസ്സസ് മിസ്സായാലൊന്നും നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. വീക്ക്ലി വൺസ് മാത്രമായിരിക്കും നമ്മൾക്ക് ഈ ഇപിയുടെ ലൈവ് സെഷൻ ഉണ്ടാവുക. ബട്ട് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് എന്താണ് മെന്റർ ത്രൂ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ഡെയിലി ചെയ്യുക എന്നത് മസ്റ്റ് ആണ്. അതായത് എന്താണ് നിങ്ങളും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം എഫേർട്ട് ഞാനിടും. നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ ഉള്ള എഫേർട്ടിന്റെ ഒരു കോമ്പിനേഷൻ ആവുമ്പോൾ ഇറ്റ് വിൽ ഷുവർലി മേക്ക് എ ഹ്യൂജ് ചേഞ്ച്. ഓക്കെ, ആൻഡ് ഇവിടെ ആരൊക്കെയോ എന്റെ ഇടയിൽ ഡൗട്ട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഫ്ലോ കളയാണ്ടിരിക്കാനൊന്നും പറഞ്ഞില്ല. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. ഓക്കെ, we've crossed 1 hour almost, so we'll wind up soon. ഇവിടെ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും, ബട്ട് പുറത്ത് ഓഫീസിലൊക്കെ പോകുമ്പോൾ സ്റ്റക്ക് ആവും. അതെന്താ? പ്രാക്ടീസ് കുറവ്, കോൺഫിഡൻസ് കുറവ്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് ആണ്. പുറത്ത് പോകുമ്പോൾ സ്റ്റക്ക് ആവുന്ന എന്താ? അയ്യോ ഞാൻ പുറത്തെത്തി, അല്ലെങ്കിൽ ഇവരെന്നെ ജഡ്ജ് ചെയ്തോട്ടെ, അതിനെന്താ, നിങ്ങളൊരു തെറ്റ് വരുത്തി. ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് തെറ്റ് വരുത്തുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഓക്കെ, വിത്തൗട്ട് മെന്റർ ചൂസ് ചെയ്തവർക്ക് എങ്ങനെയാണ് ടാസ്ക് അറിയുക? നിങ്ങളുടെ ആപ്പിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ ലേണിംഗ് ആപ്പിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ആക്ടിവിറ്റീസ് കിട്ടാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോഴ്സസ് എന്തൊക്കെയായിരുന്നു? നെറ്റ് കട്ടായിരുന്നു. എന്തിന്റെ സോഴ്സസ് ആയിരുന്നു? വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള സോഴ്സസ് ആണോ ദുർഗ? കെൻ യു പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ? റാസി, എനിക്ക് ഇംഗ്ലീഷ് സെറ്റ് അല്ല, സെറ്റ് ആക്കാം, അതിനാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ബട്ട് എന്റെ ഒരാളുടെ എഫേർട്ടിൽ മാത്രം ഇത് വർക്ക് ചെയ്യില്ല. യു ടു നീഡ് ടു ടേക്ക് യുവർ എഫേർട്ട്. നോ, ഇഇപി ഇസ് എ കോംപ്ലിമെന്ററി. നിങ്ങൾ ലേൺ വൈസിലെ സ്റ്റുഡൻസിന് കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് വേറെ എക്സ്ട്രാ ഫീസ് ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ ഐ ആം വൈൻഡിങ് അപ്പ് വിത്ത് എ സിംഗിൾ സെന്റൻസ്, ദാറ്റ് ഇസ് the expert in anything was once a beginner. ഇന്ന് പലതിലും എക്സ്പേർട്ട് ആയി നിൽക്കുന്ന എല്ലാവരും ഒരു കാലത്ത് എന്താണ് തുടക്കക്കാരായിരുന്നു. നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെയാണ് ഇന്ന് പലതിന്റെയും എക്സ്പേർട്ട് ആയി നിൽക്കുന്ന ആൾക്കാർ. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആരും എക്സ്പേർട്ട് ആയിട്ട് ജനിച്ചവരല്ല. മിസ്റ്റേക്സ് ഉണ്ടാക്കി പഠിച്ച് അതിലൂടെ എക്സ്പേർട്ട് ആയവരാണ്. സോ നമ്മൾ ഇപ്പൊ ബിഗിൻ ചെയ്താൽ മാത്രമാണ് കുറച്ചു കാലം കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആവാൻ പറ്റുക. ആൻഡ് ഇപിയുടെ 1 ക്ലാസ് അല്ല ഇത്, നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് കേട്ടോ. ഇപിയുടെ ഫസ്റ്റ് ക്ലാസ് അല്ല ഇത്. ഇപിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇപിയുടെ സെഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ലേൺ വൈസ് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. മിസ്റ്റേക്സ് ആർ ദ സീക്രട്ട് ഓഫ് സക്സസ്. ഓക്കെ, സോ ഇപ്പൊ ബിഗിൻ ചെയ്താലാണ് കുറച്ചാലും കഴിയുമ്പോൾ നമുക്ക് എക്സ്പെർട്ട് ആവാൻ പറ്റുക. ആൻഡ് വൺ തിങ്, ഇതിന് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ 3 months ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ആവും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കും. 3 months നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. 6 months നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആവും. 1 year ഇനിയും ബെറ്റർ ആവും. ഓക്കെ, ദാറ്റ് കീപ്സ് ഹാപ്പനിങ്. ഓക്കെ, സോ ഇപി 2.0 എന്ന് പറയുന്നത് ഒരു 6 months അറൌണ്ട് 180 days നിൽക്കുന്ന പ്രോഗ്രാം ആയിരിക്കും. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ ആം വൈൻഡിങ് അപ്പ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ യു മേ
ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ സെഷൻസിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഹംന മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം എല്ലാ സെഷൻസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് പോലെ തന്നെ ഈ സെഷനിലും നിങ്ങൾക്ക് മെന്റർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ടാസ്ക് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കറസ്പോണ്ടിങ് മെന്റർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം എന്താണ് ആക്ഷൻ ടാസ്ക് എന്നുള്ളത് പറയാം. ഈസി വിത്ത് ഇംഗ്ലീഷ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ഓൾറെഡി മാം നമ്മുടെ സെഷനിൽ തന്നെ പറഞ്ഞതായിരുന്നു നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ റേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ? അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 to 10 എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലിസണിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇത് ഓരോന്നും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, സോഴ്സസ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന 2 സോഴ്സസ് ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എത്ര ടൈമാണ് ഒരു ഡേയിൽ, അതായത് നിങ്ങൾ ഇനിയിപ്പം ഇന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമായിരിക്കും. അപ്പം ഒരു ഡേയിൽ നമ്മൾ എത്ര സമയമാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെന്റിനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് എന്നുള്ളതും നമ്മൾ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലൊന്ന് അസസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിന് ശേഷം പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ നിന്നുള്ള മോട്ടിവേഷനിലൂടെ എന്നുള്ളതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് അവതരിപ്പിക്കാം. പിക്ചേഴ്സ് ആയിട്ടോ അതുപോലെ തന്നെ ഓഡിയോസ് ആയിട്ട് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഫോർമാറ്റിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ മെന്റർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആക്ഷൻ ടാസ്ക്. ഇത് പേഴ്സണലി നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റർ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ വൺസ് അഗെയിൻ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഹംന മാം നമുക്ക് തന്നത്. നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ചും പല എന്താ പറയാ ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വരെ ഇപ്പൊ നമ്മൾ റിമെമ്പർ ചെയ്തു, അല്ലെ? അപ്പൊ ഇനിയും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പോലെ തന്നെ ഇതും നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഇനി ഫ്ലുവന്റ് അല്ലാത്തവർ, ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് അല്ലാത്തവരും ഇംഗ്ലീഷിനെ പേടിച്ച് നിൽക്കുന്നവരൊക്കെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു സെഷൻ തീരുമ്പോഴത്തേക്കും വലിയ സെന്റൻസ് മേക്കിങ്ങും അല്ലെങ്കിൽ സ്പീച്ചും എന്താ പറയാ വളരെ ഫ്ലുവന്റ് ആവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. വൺസ് അഗൈൻ താങ്ക് യു.